ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? ഇന്ന് ഞാൻ നമ്മുടെ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് പെർഫ്യൂം സാമ്പിൾസും ടെസ്റ്റേഴ്സും ഒക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് എക്സ്പീരിയൻസ് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് ഞാനൊരു 3 പെർഫ്യൂം സാമ്പിൾസും ടെസ്റ്റേഴ്സിൻ്റെ എക്സ്പീരിയൻസ്, ഹൈലി എക്സോട്ടിക് ആൻഡ് സെലിബ്രിറ്റി പെർഫ്യൂംസ്, അമോഷിൻ്റെ ഔട്ട്ലാൻഡ്സ്, പിന്നെ സെർജ് ഓഫ് എർബാപുര, പെർഫ്യൂംസ് റുമാലി ഗ്രീൻലി. 3 പെർഫ്യൂംസാണ് ഇന്നിപ്പോൾ ഞാൻ കുറേ പെർഫ്യൂംസ് ഉണ്ട് ഇന്ന് പറയാൻ വിചാരിക്കുന്നത്. ഞാൻ ഈ ഒരൊറ്റ പെർഫ്യൂമിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പ്രാവശ്യം ദുബായ് മാളിൽ പോയത്. അമോഷ് ഔട്ട്ലാൻഡ്സ്. ഒരു കഥയാണ് സംഗതി. യൂട്യൂബിൽ പെർഫ്യൂം കണ്ടന്റുകൾ ഇപ്പം തന്നെ മേ ബി മോസ്റ്റ് പ്രോബബ്ലി എൻ്റെ ഈ വീഡിയോ കാണുന്നതിൽ ഒരു 10% ആളുകൾ കേൾക്കലും മേ ബി യു ഗോട്ട് ദി ഔട്ട്ലൈൻസ്, ലെറ്റ് മീ നോ. അതായത് അത്രയും ഹൈപ്പിടും ഈ പെർഫ്യൂം യൂട്യൂബ് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലും യൂട്യൂബ് ഇൻഫ്ലുവൻസിൻ്റെ ഇടയിലൊക്കെ അമോഷ് ഔട്ട്ലൈൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഗ്ലോറിഫൈ ചെയ്തിട്ട് ആൾക്കാർ സംസാരിച്ചു. ക്യൂബാനോ എന്ന് പറഞ്ഞിട്ടുള്ള റിവ്യൂറൊക്കെ ക്ലിക്ക് ബൈറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരും ഒന്ന് വണ്ടർ അടിച്ച് പോകുന്ന, ഒന്ന് എക്സൈറ്റഡ് ആയി പോകുന്ന രൂപത്തിലാണ് അമോഷ് ഔട്ട്ലൈൻസ് പറഞ്ഞിട്ടുള്ള പെർഫ്യൂമിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കി. വെൽ ഓഫ് കോഴ്സ് അപ്പം ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയി പോയി. ചില ആളുകൾ, ചില യൂട്യൂബേഴ്സ് പറഞ്ഞിട്ടുള്ളത് ബെസ്റ്റ് പെർഫ്യൂം എവർ ക്രിയേറ്റഡ്. മനസ്സിലായോ? അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നടത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എത്തി? പിന്നെ ക്യൂബാക്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ പറഞ്ഞു തതാ മറ്റാണ് മറിച്ചാണ് ഗൂസ് മംസ് ഒക്കെ കാണിച്ചപ്പോൾ ഞാനും ആകെ എക്സൈറ്റഡ് ആയി പോയി. ഞാൻ ദുബായ് മാൾക്ക് നടക്കുമ്പോഴൊക്കെ ഞാൻ എക്സൈറ്റഡും മേ ബി ഐ എം ഗോണ എക്സ്പ്ലോർ സംതിങ് ന്യൂ എന്നൊക്കെയുള്ള മൈൻഡിൽ ഭയങ്കര അടിപൊളിയാക്കി അങ്ങനെയൊക്കെ മറ്റാക്കി മറിച്ചാക്കിയിട്ട് ഞാൻ ദുബായ് മാളിൽ എത്തി. നേരെ ചെന്ന് ഞാൻ അമോഷ് ഔട്ട്ലൈൻസ് ആദ്യം ട്രൈ ആക്കി. ഓക്കെ, ഞാൻ ഇതേ സംഗതി ഒരു ചെറിയൊരു വീഡിയോ വിട്ടായിട്ട് ഞാൻ എൻ്റെ ഓഫീസിലുള്ള 2 ഫ്രണ്ട്സിനും കൊളീഗ്സിനും ഞാനത് അടിച്ചു കൊടുത്തു. ഷാഹിദും ഷെരീഫും. ഞാൻ അതൊരു വീഡിയോ ആക്കി ഇവിടെ വെക്കാം. അതന്നെ ഈ ഒരു റിയാക്ഷനാണ് എനിക്ക് ഉണ്ടായത് സുഹൃത്തുക്കളെ. സിസിൽസ് ഓക്കെ എന്നാ പേര് കറക്റ്റ്, ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, ഞാനതിൽ കൊടുത്തിടാം. ഒരു പേര് കേട്ട പെർഫ്യൂമറാണ്. ഞാൻ ഒപ്പം തന്നെ അമോഷിൻ്റെ പർപ്പസ് 50യും എൻ്റെ കയ്യിൽ ഞാൻ ട്രയൽ അടിച്ച് വാങ്ങിച്ചിട്ടുണ്ടായി. കിങ്ഡം ബിഷ്, നമ്മുടെ ഗനിമേഡും അതേപോലെ ബോയ്സ് ഇമ്പീരിയൽ എസൻസ് പെർഫ്യൂംസിൻ്റെ ഒക്കെ ബോയ്സ് ഇമ്പീരിയലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള എണ്ണം പറഞ്ഞ പെർഫ്യൂമറാണ് കിങ്ഡം ബിഷ്. അങ്ങനെ തന്നെ പ്രൊണൗൺസിയേഷൻ തോന്നുന്നു, ലെറ്റ് ഇറ്റ് ബി. പിന്നെ പർപ്പസ് 50 ഒക്കെ എത്രയോ അടിപൊളി പെർഫ്യൂമായിട്ട് തോന്നി. അപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതെന്താണ് ഇതൊരു ആകാംക്ഷയും പെർഫ്യൂമുകൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതെന്താ ട്രൈ ആക്കാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ ഈ സാധനം ബേസിക്കലി അമൃതാഞ്ജൻ്റെ സ്മെല്ലടോ. ഞാൻ അടിച്ചിട്ടെ ഒരു ടൈഗർ ബാമോ അല്ലെങ്കിൽ അമൃതാഞ്ജൻ. ടൈഗർ ബാമില്ല, അമൃതാഞ്ജന്റെ സ്മെല്ല്. അതായത് വിക്സ് ടൈഗർ ബാം ആ കൂട്ടത്തിൽ ഒരു അമൃതാഞ്ജൻ ഉണ്ടല്ലോ നമ്മുടെ നാട്ടില്, അതന്നെ ഡിറ്റോ. ചില ആള് പറഞ്ഞു ഇങ്ങനത്തെ ഒരു പെർഫ്യൂം ഞാൻ ഒരു പെർഫ്യൂമിനോടും സിമിലാരിറ്റി തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ചില യൂട്യൂബേഴ്സ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സത്യമാണ് കേട്ടാ. നിങ്ങൾ ഈ പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന പെർഫ്യൂം യൂട്യൂബ് കണ്ടന്റ് വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയാം ആൾക്കാർ ഇതിനെ കുറിച്ച് എന്താ പറയാറുള്ളത് എന്ന്. പെർഫ്യൂം ഉണ്ടോ? തന്നെ അമൃതാഞ്ജൻ തന്നെ ഒന്നും പറയാനില്ല. നിങ്ങൾ ഇനി ഇത് ട്രൈ ആക്കാനോ വാങ്ങിക്കാനോ പോകേണ്ടത് നമ്മുടെ ടേസ്റ്റിന് പറ്റിയതല്ല. വെസ്റ്റേൺ യൂട്യൂബേഴ്സ്, ഐ ഡോണ്ട് നോ, ഈ ക്യൂബാനോ എന്ന് പറഞ്ഞിട്ടുള്ള ആള് ഇതിന് അത്രയും ഹൈപ്പ് ഗ്ലോറിഫൈ ചെയ്തപ്പോൾ ആള് അജ്മലിന്റെ ഹാത്കോറ വുഡ് പറഞ്ഞിട്ടുള്ള പെർഫ്യൂം റിവ്യൂ ചെയ്തിട്ടുണ്ടായി. അതിലത് അടിപൊളി പെർഫ്യൂം എന്ന് പറഞ്ഞു. ആൻഡ് അത് ആൾക്കാരുടെ ഇടയിൽ എത്തിപ്പെടേണ്ട പെർഫ്യൂം എന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു വി ആർ ഹാവിങ് സെയിം ടേസ്റ്റ്. അപ്പോൾ ഞാനും വിചാരിച്ചു, അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് വെൽ ഇറ്റ് വാസ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. പിന്നെ ഫ്രണ്ട്സ് ഉണ്ടാകുന്ന റിയാക്ഷൻ ഇപ്പം ഞങ്ങൾ തരിച്ചു പോയി. അങ്ങനെ ഇതേപോലെ ഒരു പെർഫ്യൂം ഉണ്ട് നിങ്ങളുടെ അടുത്ത്. ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് കാണാൻ നമുക്ക് തന്നെ അറിയാം. റോജയുടെ ഡൈഗ്ലോ എന്ന് പറഞ്ഞിട്ടൊരു പെർഫ്യൂം ഉണ്ട്. അത് നമ്മുടെ സിസ് അറേബ്യൻ്റെ ജന്നത്തുൽ ഫിർദൗസിൻ്റെ സെയിം ഡിറ്റോ സ്മെല്ല്. ഓക്കെ, ഞാൻ ടെസ്റ്റർ എടുക്കാൻ വിചാരിച്ചു, അല്ലെങ്കിൽ റീഫിൽ ബോട്ടിൽ അവരാക്കി തരാമെന്നായിരുന്നു. ഞാൻ പിന്നെ വേണ്ട വെച്ചു.
ഇതിൻ്റെ ഇടയിൽ കൂടെ പറയാം, ചിലപ്പോൾ യൂട്യൂബ് വീഡിയോ കാണുന്നവർക്ക് അത് മനസ്സിലാവും. അതങ്ങനെ സെയിം സ്മെല്ല് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുത്ത് ഇത് പറഞ്ഞ സ്ഥലത്തേക്ക് തിരിച്ചു വരാം. ഔട്ട്ലാൻഡ്സ് ഇത് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചായിട്ട് കഴിഞ്ഞാൽ മണം മാറുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റ് ഈ ടൈഗർ ബാമും വിക്സും അമൃതാഞ്ജനൊക്കെ പാടെ കൂടിയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഇപ്പോൾ ഓപ്പണിങ്. നല്ല മിൻറ്റി ഷാർപ്പ് സിന്തറ്റിക് വുഡി ഡാർക്ക് അണ്ടർടോൺ കൂടെ നല്ല സ്പൈസസ് ഉള്ള ഓപ്പണിങ്. മെഡിസിനൽ വൈബ്, മെഡിറ്റേഷൻ, ആയുർവേദിക്. നമുക്ക് ഈ ആയുർവേദം കാര്യങ്ങളൊക്കെ നമ്മളവിടെ നിന്നായിട്ട് നമുക്ക് സകല മണങ്ങളും അറിയാം. ഇത് അങ്ങോട്ട് പോകുമ്പോൾ ഇവർക്ക് ആയുർവേദത്തിന്റെ സകല സാധനങ്ങളൊന്നും അറിയണ്ടാവില്ലായിരിക്കും. അതുകൊണ്ട് ഇവർക്ക് ഭയങ്കര വലിയ സാധനമൊക്കെ തോന്നുന്നതാണ്. ഇപ്പൊ അമോഷ് ഇന്റർലൂടെ ഒക്കെ നമ്മളിവിടെ ഭയങ്കര ജനറിക് സ്മെല്ലാണ്. ആയുർവേദ കടകളിൽ കിട്ടുന്ന അതേ സ്മെല്ലാണ് അമോഷ് ഇന്റർലൂടെ ഒക്കെ. അത് വെസ്റ്റിലേക്ക് മാറി വെക്കുമ്പോൾ അത് വലിയ സാധനമായി പോയി. അപ്പോൾ അതന്നെ ആ ഒരു ലെവൽ തന്നെ സാധനം. കുറച്ച് മെഡിസിനൽ, തൈലത്തിന്റെ പ്ലസ് അമൃതാഞ്ജൻ, കുറച്ച് മിൻറ്റി, ആ ഒരു നോട്ട് അതന്നെ സെയിം. കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മിൻറ്റിന്റെ നോട്ട് ഇങ്ങോട്ട് താഴ്ന്നിക്ക് ഇറങ്ങിയിട്ട് പിന്നെ നമ്മുടെ ഏതിലേക്ക് മാറിയിട്ടുണ്ട്, കുറച്ച് വുഡി നോട്ടും കുറച്ച് വാനില നോട്ടും കയറി കിടക്കുന്നുണ്ട്. ഞാൻ ഇതിങ്ങനെ വെച്ച് മണിക്കൂറോളം വെച്ച് നോക്കി. കുറേ മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സ്മെല്ല് മാറിയിട്ട് വാനിലയുടെ നോട്ട് കയറി വന്നിട്ടുണ്ട്. പല ആൾക്കാരും പറഞ്ഞു ഓപ്പണിങ്ങിൽ ചിലപ്പോൾ ഡിഫറെൻ്റ് ആണ്, ഓപ്പണിങ് കഴിഞ്ഞത് മാറും. എന്നാലും അങ്ങനെ വലിയ മാറ്റമൊന്നുമില്ല. ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് ഐ എം സെയിങ്. യു ഗൈസ് ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് ഇതേപോലെ ഞാൻ ഇനിയിപ്പോൾ മാത്രമാണ് ഈ പ്രശ്നം വേണ്ടിയിട്ട് ഞാൻ ഷാഹിദ്, ഷെരീഫിക്ക് അറിയുന്ന 2-3 ആൾക്കാർക്ക് ഇത് അടിച്ചു കൊടുത്തു. എക്സാക്ട്ലി സെയിം റിയാക്ഷൻ. അപ്പോൾ അതാണ് ഹൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ ഹൈപ്പ്, അപാര ഹൈപ്പ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു 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 ഇതൊന്നുമില്ല. അങ്ങനെയും യൂട്യൂബേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞിട്ടുള്ള പെർഫ്യൂമാണ് അമോഷ് ഔട്ട്ലാൻഡ്സ്. ഇതൊന്നും നമുക്ക് പറ്റുന്ന പെർഫ്യൂമല്ല. എന്തൊക്കെയാണ് പറയണമെന്ന് മാത്രം. റിയാലിറ്റി ഈസ് ദാറ്റ് ദിസ് ഈസ് നോട്ട് വാട്ട് ഇറ്റ് ഈസ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊരു ഒരു 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 എന്താ പറയുക, അങ്ങനൊന്നുമില്ല. അത്ര തന്നെ ഉള്ളൂ. നിങ്ങൾ അമൃതാജൻ സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അതന്നെ അതിൽ കുറച്ച് വാനിലയുടെ എന്തെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ അത് സ്മെല്ലായി. നല്ല സ്വീറ്റ് വാനില ഉണ്ട്, അമൃതാഞ്ജൻ ഉണ്ട്, വുഡി നോട്ട് ഉണ്ട്. ഇത് തന്നെ ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മൾക്ക് ഇത് അത്രേ ഉള്ളൂ. ഇത് അമോഷ് ഔട്ട്ലാൻഡ്സ്. നിങ്ങൾ അങ്ങനെ എക്സൈറ്റഡോ അല്ലെങ്കിൽ ഭയങ്കര ഇതാവൊന്നും വേണ്ട. അത്ര. അടുത്തത് സെർജോഫ് എർബാപുര. ഇത് ഒരു ഫുൾ ബോട്ടിൽ വർത്തി പെർഫ്യൂമാണ്. ദിസ് ഈസ് ബ്യൂട്ടിഫുൾ, ബ്രൈറ്റ്, അപ്ലിഫ്റ്റിംഗ്. അടിക്കട്ടെ, ഞാൻ പഠിച്ചു വെച്ചോളൂ. ഒന്നുകൂടി അതിൽ തന്നെ അടിച്ചത്. എർബാപുര ഈസ് വൺ ഓഫ് എ കൈൻഡ് പെർഫ്യൂം. ഒക്കെ പ്രൈസിയാണ്. ഒറിജിനല് എങ്ങനെ പോലും ഈ എർബാപുര, സെർജോഫ് സാധനങ്ങളൊക്കെ ഭയങ്കര ചാത്തന ഇറങ്ങുന്നുണ്ട് മാർക്കറ്റിലൊക്കെ. ഒറിജിനൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒറിജിനലിന്റെ പൈസ തന്നെ കൊടുക്കണം. അറ്റ്ലീസ്റ്റ് മിനിമം 800 dirhams 900 dirhamsന്റെ അടുത്ത്. ഇനി ടെസ്റ്റർ ആണെങ്കിൽ കൂടി നല്ല റെപ്യൂട്ടഡ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിലും 600-700 dirhamsന്റെ അടുത്ത് റേറ്റ് വന്ന് എടുക്കുന്നുണ്ട്. പിന്നെ സെർജോഫ് എർബാപുര ഫ്രൂട്ട് ബോംബ്. നിങ്ങൾ സെർജോഫ് എർബാപുരനെ കുറിച്ചിട്ട് പലതും കേട്ടിട്ടുണ്ടാവും. ഒരു സിനിമയിലൊക്കെ വന്നിട്ടുണ്ട് ആ പേരൊക്കെ, മാർക്കോ. ഈ പെർഫ്യൂം കുറച്ച് ഫെമിനിൻ ലീനിങ് ആണ്, പക്ഷെ അതവിടെ നിൽക്കട്ടെ. ബ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ്ലി മൂഡ് ചേഞ്ച് ആക്കും. പക്ക നാച്ചുറൽ. സെർജോഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഇറ്റാലിയൻ ബ്രാൻഡിന്റെ ആ ഒരു മഹിമയും ആ ഒരു ക്വാളിറ്റിയും ആ ഒരു ബ്യൂട്ടിഫുൾ നാച്ചുറൽ കൈൻഡ് ഓഫ് ഫീലിംഗ് ആണിത്. ഒരു ഫീലിംഗ് തന്നെയാണിത്. ഇത് സെർജോഫിന്റെ ഏരിയയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബക്കറാറൂഷ് പറഞ്ഞ പോലെ അല്ലെങ്കിൽ അത്രത്തോളം ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങി ഫേമസ് ആയിട്ടുള്ള പെർഫ്യൂമാണ് സെർജോഫ് എർബാപുര. ഇറ്റ് ഈസ് ടോട്ടലി വർത്ത് ഇറ്റ്. ആ പ്രൈസ് ടാഗിന് ഇല്ല. പക്ഷെ ഈ ഒരു പെർഫ്യൂം ഞാൻ എന്താ പറയുക, നമ്മുടെ ലൂയി വിട്ടൻ്റെ ഇമാജിനേഷൻ്റെ സ്മെല്ലില്ല, അതൊക്കെ ഒരു പെർഫെക്റ്റ് റിസംബ്ലൻസ് ആണ് ഞാൻ അവിടെ ഉപയോഗിച്ച വാക്കാണ്. അത് നമുക്ക് അറിയണ ഒരു സ്മെല്ലിന്റെ പെർഫെക്റ്റ് പ്ലേസ്മെന്റ്. നമ്മുടെ ആ റിസംബ്ലൻസിന്റെ ആ ഒരു അറിവിനെ, ആ ഒരു മനസ്സിന് കിട്ടുന്ന ഇമോഷനെ, നമ്മുടെ മനസ്സിലുള്ള ഒരു മെമ്മറിനെ പെർഫെക്റ്റ് പ്ലേസ്മെന്റ് ആക്കുന്ന ഒരു സ്മെല്ല് സെർജോഫ് എർബാപുര. അതായത് നമുക്കറിയണ ഫ്രൂട്ട്സ്, ഗ്രേപ്സ് ഉണ്ട്, ബനാനയുടെ സ്മെല്ലുണ്ട്,
ആക്ച്വലി ഇതൊരു ഒരു ജ്യൂസ് ആയിരുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങോട്ട് കുടിച്ചിട്ടുണ്ടാവും. കുടിച്ചു അങ്ങനെയും അങ്ങനെ അങ്ങനെ ഒരു 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 ക്രേവിങ്സ് കൊടുക്കണം. അത്രയും നാച്ചുറലി ഫിറ്റായി ബിൽഡാക്കിയിട്ടുള്ള ഒരു സാധനം. കുറച്ച് ബബിൾ ഗമ്മിയുടെ ആ സംഗതി വാനില ബേസിക്കലി ബ്രൈറ്റ് സിട്രസ് ഓപ്പണിങ്. ആ സിട്രസ് ഓപ്പണിങ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വാനിലിക് ബബിൾ ഗമ്മി ഫ്ലേവറിൻ്റെ ഒപ്പം എല്ലാ തരം ഫ്രൂട്ട്സുകളും കൂടെ വന്നെന്നറിയാം. മനസ്സിലായില്ല? നമ്മളൊരു എനിക്ക് പലപ്പോഴും ഈ പെർഫ്യൂം അടിക്കുമ്പോൾ ഇതിൻ്റെ മുന്നേയൊക്കെ പറയാൻ തോന്നിയത് ലൈം ലൈറ്റ് പെർഫ്യൂം. ഓക്കെ, നമ്മളുടെ കൂടെ ഒരു സെലിബ്രിറ്റി പാസ് ചെയ്ത് പോകുമ്പോൾ ഈ പെർഫ്യൂം ആണെന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് ഇംപ്രഷൻ ദാറ്റ് എ പേഴ്സൺ കൻ ഗെറ്റ് എന്ന് പറഞ്ഞ പോലെ ആ ഒരു സെലിബ്രിറ്റിക്കൊക്കെ അടിക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് നോർമൽ പേഴ്സണും അടിക്കാം, പക്ഷെ നമ്മളൊരു ലൈം ലൈറ്റ്, നമ്മുടെ സദസ്സ് അല്ലെങ്കിൽ ഒരു കല്യാണം, ഈ പരിപാടികൾക്കൊക്കെ നമ്മളാണ് താരെങ്കിൽ അല്ലെങ്കിൽ നമ്മളാണ് അതിൻ്റെ ആളെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് പെർഫ്യൂം യു ക്യാൻ ഗെറ്റ് ഹാൻഡ്സ് ഓൺ. യെസ്, ഹെർബാപുര. ഇത് അത്യാവശ്യം നേരം ലാസ്റ്റിങ്ങും പ്രൊജക്ഷനും ഉണ്ട്. ഞാൻ ട്രൈ ആക്കി വെക്കുമ്പോൾ ഏതാണ്ട് 8 hours പ്ലസ്. ഇത് പക്ക നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ്. നിങ്ങൾ ഔട്ട് ഓഫ് ദി വേൾഡ് എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. ബട്ട് ഈ പെർഫ്യൂം ഉള്ള സമയം ഈ പെർഫ്യൂം ഒരു 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 ബ്യൂട്ടിഫുൾ ഫീലിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഫീലിംഗ് ആണ്, ഒരു ഇമോഷൻ ആയിട്ടാണ് നിൽക്കുന്നത്. നമുക്കൊരു സ്മെല്ലായിട്ടല്ല എനിക്ക് ഫീൽ ആയിട്ടുള്ളത് സെർജോ ഹെർബാപുര. ഒരു ഇമോഷൻ പോലെയാണ്. കാരണം നമുക്ക് അറിയണ ഒരു സ്മെല്ലിനെ ഏറ്റവും പെർഫെക്റ്റ് പ്ലേസ്മെന്റ് ആക്കിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പെർഫ്യൂംസ് ഡിമാലി ഗ്രീൻലി, ഇതും നമ്മുടെ ഹെർബാപുര പറഞ്ഞ പോലെ, പക്ഷെ അത്രക്ക് പറയാനില്ല. ഒരൊറ്റ ഫ്രൂട്ട്, ഫ്രണ്ട് ബാക്ക് ഫോർവേഡ് ബാക്ക്വേർഡ്. മനസ്സിലായില്ലേ? ഇപ്പം അത് ഫുള്ള് ഞാൻ ഇതിലേക്കെത്തണ്ടായ കാരണം ഒരു പുതിയൊരു ഹാൻഡ് സാനിറ്റൈസർ വാങ്ങിച്ചു നമ്മുടെ വീട്ടിൽ. എനിക്ക് അതേതെന്ന് അറിയില്ല, മാമ വാങ്ങിച്ചാണ് അത്. ഞാൻ ഹാൻഡ് സാനിറ്റൈസർ ചെയ്തിട്ട് നോക്കുമ്പോൾ അതിന് ഗ്രീൻ ആപ്പിളിൻ്റെ സ്മെല്ല്. ഞാൻ ഗ്രീൻ ആപ്പിളിൻ്റെ സ്മെല്ലിക്ക് സ്ട്രൈക്കായി. ഞാൻ ഫ്രീ നോക്കുമ്പോൾ ഗ്രീൻലി ഇതിനേറ്റ് സെയിം ഗ്രീൻ ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ സിംഗിൾ നോട്ട് പോലെ ഗ്രീൻ ആപ്പിളിന് അതിന് വേറെ ഡീവിയേഷനൊന്നും നടക്കാണ്ട് ഒരു സ്മെല്ല് ഗ്രീൻ ആപ്പിൾ. അത് തന്നെ പച്ചല ആ ഗ്രീൻ ആപ്പിൾ കൊണ്ട് തിന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് ഫീൽ ഇല്ലേ, അതുകൊണ്ട് കഴിച്ചിറക്കുമ്പോഴും സാറ്റിസ്ഫിക്കേഷൻ ഇല്ലേ. ദാറ്റ് ഈസ് ദിസ് പെർഫ്യൂം. പ്രൈസിയാണ്. ഗ്രീൻ ആപ്പിൾ തന്നെ, വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല അതിൽ. ഗ്രീൻ ആപ്പിൾ നമ്മളിങ്ങനെ കടിച്ച് അമർത്തിയുള്ള മേത്തിൽ നമ്മൾക്ക് തേച്ച് എന്തുണ്ടാവും, അതന്നെ, വേറെ ഒന്നുമില്ല. ആൽക്കഹോളിൻ്റെ ബ്ലാസ്റ്റ് ഇല്ല. പക്ക നാച്ചുറൽ ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു സത്ത് എടുത്തെങ്കിൽ അതെന്താണോ അത് ഗ്രീൻലിയാണ്. ദാറ്റ്സ് ഇറ്റ്. അത് തന്നെയാണ്. ഇപ്പോൾ ഈ 3 പെർഫ്യൂംസിനെ കുറിച്ച് സംസാരിച്ചു. ഇൻഷാ അല്ലാഹ് കുറേ പെർഫ്യൂമുകൾ കയ്യിലുണ്ട്. ഈ സെർജോഫിൻ്റെ 40 നോട്ട്സ് നല്ല പെർഫ്യൂമാണ്, അത് കയ്യിലിരിക്കുന്നുണ്ട്. അങ്ങനെ ഇൻഷാ അല്ലാഹ് അടുത്ത കുറച്ച് പെർഫ്യൂംസ് ആയിട്ട് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ വരാം. ഞാൻ കുറച്ച് ബിറ്റ്സ് ഇതൊക്കെ ഇതിലിട്ട് വെക്കാം, പെർഫ്യൂമുകൾ ഞാൻ ട്രാൻസ്ഫർ ആക്കുന്നതൊക്കെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.